ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു. ഒന്നുകൂടി ഹാപ്പി എന്ത് പറഞ്ഞു തന്നെ ഒന്നുകൂടി പറയാം, ഹാപ്പി വിഷു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വിഷുവിനുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന പരിപാടി അല്ലേ? തുടങ്ങി സദ്യവട്ടം ഇപ്പൊ പുതിയ വാക്കുണ്ടാക്കി മലയാള കവിയോ തുഞ്ചത്തെഴുത്തച്ഛന്റെ മണ്ണിൽ നിന്ന് വളർന്നതാണ്. അപ്പൊ അങ്ങനെ പറയാൻ പാടിയാ? അങ്ങനൊന്നും അത് എന്ത് സദ്യത്തറേ സദ്യവട്ട സദ്യവട്ടം സദ്യത്തറയാണല്ലോ. ചാളി പൊട്ടാന്നറിയില്ലേ? ആണ് വാരി പൊത്തിട്ടൊന്നും ഞാൻ കണ്ടോ. അപ്പൊ കാര്യങ്ങൾക്ക് കിടക്കട്ടെ. എടുക്ക് എന്തൊക്കെ ഐറ്റംസ് പറയും. എന്തൊക്കെ ഐറ്റംസ് പറയും, എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുന്നു? കാണുന്നില്ലേ? പിന്നെന്താ ഞാൻ പറയാം ഉപ്പേരി, ഞാൻ പറയാം, പപ്പടം ഞാൻ കാണിക്കാം, അച്ചാറ്, നാരങ്ങ, പുളിയിഞ്ചി ഫസ്റ്റ് ഇട്ട് പപ്പടം, അച്ചാറ്, പുളിയിഞ്ചി, പിന്നെന്താണ് അവിയല്, മത്തനശ്ശേരി, പിന്നെന്താ സാമ്പാറ്, കാളൻ സാമ്പാറ്, മതി മതി. എത്ര ഐറ്റംസ് പറഞ്ഞ പുളിയഞ്ചി, അച്ചാറ്, ഗേബേജ് ഉപ്പേരി, അവിയല്, കാളൻ, ഓലൻ, പിന്നെ കൂട്ടുകറി, മസാല കൂട്ടുകറി, ചിക്കന്റെ അത് മനസ്സിലായി. ചിക്കൻ കറി പോലെ, പിന്നെന്താണ് രസം, പിന്നെ പായസല്ലേ? പായസം ഗോതമ്പ് പായസം ഉണ്ട്, പപ്പടം, ഗോതമ്പ് പായസം, രസം, സാമ്പാർ പറഞ്ഞ സാമ്പാറ്, അതല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തൊക്കെ ആയിരുന്നു ഇവിടെ എന്തൊക്കെ ശരിയാണ്. പച്ചടി അപ്പൊ എത്ര 12 ഉറപ്പത്തെ കാലം 11-10 ഐറ്റം ഉണ്ട്. 12 ഐറ്റം ഉണ്ട്. പപ്പടം കൂട്ടികള് പപ്പടം തൈരുണ്ട്. ഇതൊക്കെ വിഭവമാണ്. ഒരേലയിൽ നിവർത്തി വെച്ച എല്ലാ വേറെ അതിന് വിഭവം. കാരണം ആ ഇലയില് നമ്മൾ പശുക്ക് കൊടുക്കുക, പശുവിന് കൊടുക്കുക, പൈക്കിടാങ്ങൾക്ക് കൊടുക്കുക. കോമഡി കോമഡി ഓരോ ഇത്ര ഇട്ടത് വിചാരിച്ചില്ല. പശുക്കാണല്ലോ, പശുവിന് മുക്കിയതാ. പശുക്ക് ഇനി ഉരുളണ്ട. മലപ്പുറം തനി ഭാഷ ഇടുന്ന പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട്. അതിനെന്ത് പ്രശ്നമൊന്നും ആരെയും നമ്മള് നിലയ്ക്കാൻ കിടക്കുപുറത്ത് ഞങ്ങൾക്ക് എന്ത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചിലപ്പോ മലയാളം ഭാഷ അല്ലെങ്കിൽ ഷാവിയെ തൃശ്ശൂർ ഭാഷ പറയും, ഭാഷ പറയും. എല്ലാം നമ്മളൊരു ഫൈറ്റിലാണ്. നമ്മളെല്ലാം പറ്റും. നമുക്ക് അങ്ങനെ ഭാഷ സംസ്കാരം ഇല്ലാന്ന് പറഞ്ഞ മാറി. എനിക്ക് സംസ്കാരം ഇല്ലാത്തവരുടെ കൂടെ നിക്കല്ലേ, മാറാണ്ട്. അതല്ല സംസ്കാരം. നമ്മള് എന്റെ രാജ്യമല്ല, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ചളി ഇന്നത്തെ ചളി കോട്ട നിർത്തി അവിടെ കിട്ടുകാരെ കണ്ടിട്ട് അതല്ല ഇത് കിട്ടിയില്ല. തുടച്ചെന്ന് വൃത്തിയാക്കി ഫുൾ
വിനീഷിക്ക് വൃത്തിയാക്കലായിരുന്നു. പിന്നെ ഇത് അലമാറിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി തന്നിട്ടാ. അത് വലിയ ഉപകാരമായി. ചെയ്യാനത് ഇനി തേങ്ങയും ചെറുകി തരാതാണ്. ആ ഏട്ടനാണോ അനിയനാണോ കഷ്ടം നന്നാക്കാൻ മാത്രം പറയരുത്. കാരണം എനിക്ക് അന്ന് മറ്റേ ബിരിയാണി നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കി അന്ന് അന്ന് കൈ മുറിഞ്ഞു. അന്ന് ഞാൻ കൈ മുറിഞ്ഞിട്ട് തിന്നാൻ പറ്റില്ല. ഇവര് അന്നും തിന്നും ചെയ്തു. എന്റെ ചിക്കൻ കാലൊക്കെ ഏട്ടനെടുത്തു. ആ എന്തായാലും ചിക്കൻ കാലം തരും. നല്ല രസം തിന്നാൻ അപ്പൊ പറ്റില്ലേ. എല്ലാ ഇനി നമുക്ക് നേരെ എന്താ അറിയോ, പച്ചക്കറി കട്ട് ചെയ്യാണ്ട് ഇനി നേരെ വൈകി കഴിഞ്ഞ ഭ്രാന്തോ. എനിക്ക് തോന്നുന്നു 1 മണിയൊക്കെ ആവും തോന്നുന്നു. നീക്കണം കണി വെക്കാനൊക്കെ കേട്ടോ. അതുങ്ങളല്ലേ വെക്കണേ ഞങ്ങള്. ഞാനൊരു കാര്യം പറഞ്ഞട്ടാ, നമുക്ക് കണി വെക്കാന് ആപ്പിളും മുന്തിരി നമ്മുടെ അമ്മമ്മേന്റെ നമ്മളെ മുറ്റത്ത് കുമ്പളം, മത്തൻ, തേങ്ങ, മാങ്ങ, കുമ്പളങ്ങ, തേങ്ങ, മാങ്ങ, മത്തൻ, കയപ്പം, അല്ല സംഭവം മാങ്ങ, പേരക്ക. അതിന് വേറെ സംഭവം ഉണ്ട് ആണല്ലേ. നാളെ രാവിലെ എന്താ ചെയ്യാ, കറിക്കില്ല കറിക്കുള്ളില്ലേ കറിക്ക് നമുക്ക് അടുത്ത വ്ളോഗിലിട്ടോ. ഇല്ല അത് പകുതിയാകാം. സാമ്പാറിന്റെ നന്നാക്കുമ്പോ ഇവർക്ക് നന്നാക്കാൻ കൊടുക്കണം. അതിപ്പോ ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി കൊടുക്കണം. ഞങ്ങൾ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം. സോറി. അപ്പൊ നമുക്ക് നേരെ അതിക്കിടക്കാം. നോക്കട്ടെ, കിട്ടിയ ഉസി അല്ലെങ്കിൽ പാസ്. നിങ്ങളെ വെച്ചാൽ പലകാമ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇരുന്ന് നോക്കുമ്പോ ഈ സാരി എന്റെ അവിടെ മതി തിന്നോ. തുടങ്ങി അപ്പൊ തന്നെ ബ്രാക്കറ്റ് തുടങ്ങി. പറഞ്ഞപ്പോ തന്നെ ബ്രാക്കറ്റ് ഇതുമായിട്ടാണ്. ഞാൻ മറ്റോട്ടാണ് പ്രോയാണ്. പാലത്തിക്കല്ല, ഇതിക്കല്ലേ, ഉപ്പേരിക്കല്ലേ. നല്ല ബുദ്ധിയുള്ള മോൻ. എന്റെ മോനിൽ നല്ല ബുദ്ധി ആടാ മോനെ. ആവേശം എങ്ങനെയുണ്ട്? ആവേശം കണ്ട് ആവേശം ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. പട്ടേ സ്പോയിലറാവല്ലേ. നമുക്ക് സ്പോയിലർ എന്താന്ന് കൂടി അറിയില്ല. ആടുജീവിതം കൂടെ ഞാൻ ആടുജീവിതം കണ്ട്, വർഷങ്ങൾക്ക് ശേഷം കണ്ട്, ആവേശം കണ്ട്, ഇത് മൊത്തം ഞാൻ കണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആടുജീവിതം എന്ന് പറഞ്ഞത് സെന്റിയാണ്. സംഭവ രസമുണ്ട്. ഹാർഡ് വർക്കിന്റെ ഒരു ഇതാണ്. അങ്ങനെ ആൾക്കാർ പറയാലോ. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനിയിപ്പോ എന്താ പറയാ, ഇനിയിപ്പോ എന്താ പറയണ്ടേ? മാറി ഞാൻ ചൊരണ്ടി വെച്ചാ ഞാൻ പറയില്ലേ, ഇത് അണ്ടാവാണത്. പിള്ളാക്കായി പോകണം. എന്റെ പശുക്ക് കൊടുക്കണോ? പശുക്ക് കൊടുക്കണല്ലോ. എന്താ ഉണക്കല്ലേ? അല്ല അമ്മ എന്തൊക്കെയാ അന്റെ ഇംഗ്ലീഷ് എല്ലാരും ഞെട്ടിക്കണേ. ഈ ലോകം മൊത്തം ഞെട്ടും. ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴേക്ക് ഞാൻ കൊച്ചി പോയതോട്ടെ. അച്ഛന് ഞാൻ 10ാം ക്ലാസ് നടന്ന കാര്യം. അപ്പൊ സംഭവം ഞാൻ അങ്ങനെ പൂപ്പല് ലേറ്റ് ആയി. പക്ഷെ ഇതില് മൊത്തം കൊത്തില് മാത്രം കേൾക്കുള്ളൂ സംശയം. ബോട്ടിലേറ്റ് അങ്ങനെ കുറച്ച് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത്. അയ്യോ സോറി, ഞാൻ പറഞ്ഞു ഒഴിവാക്കി. ഇജ്ജി പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്കൊക്കെ പറയാൻ. ഇജ്ജിന്ന് തീരെ പറയിപ്പിച്ചതാ. ഈ പറയിപ്പിക്കുന്നു. പറയും
അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ബാക്കത്തെ ചേട്ടനെ അയാൾ എന്നോട് വലിയ ഇംഗ്ലീഷ് പറയാൻ നോക്കുക. കേരള കേരള ഇംഗ്ലീഷ് കേരള ഇംഗ്ലീഷ് എനിക്ക് ഇപ്പോഴും കിട്ടിയല്ല ഹിന്ദിക്കാരല്ല ഇംഗ്ലീഷ് കേരള ഹിന്ദി കേരള കേരള വിച്ച് ക്ലാസ് സ്റ്റഡി അപ്പൊ ടെൻത്ത് പറഞ്ഞിട്ടാ. അപ്പൊ പറഞ്ഞ് 10th പറഞ്ഞപ്പോ അവൻ ഓ യു സ്റ്റഡി വെരി ബാഡ് ഫോർ സ്കൂൾ അങ്ങനെ എനിക്ക് പറഞ്ഞിട്ടാ. എനിക്ക് മനസ്സിലായ എനിക്ക് തോന്നുന്നു എനിക്ക് അത് വിറ്റെന്താ അറിയോ, ബാക്കിലും മുമ്പിലും നിറയെ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ഒരു ബോട്ടിൽ ഇറക്കിയ ആളുടെ ബാക്കിലും ഫ്രണ്ടിലും അയാളുടെ മാനം. ഞാൻ എന്ത് ചെയ്ത് എങ്ങനെ പറഞ്ഞു, കേരള സ്റ്റഡി വെരി ബാഡ് അല്ല അതിലേ പൊന്നാനെ മനെ കത്തിരിക്കും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, കേരള സ്റ്റഡി വെരി ബാഡ് ടീച്ചേഴ്സ് വെരി ബാഡ് അങ്ങനൊക്കെ പറഞ്ഞു. അയാള് പോവില്ല പിന്നെ ഇംഗ്ലീഷ് ഉണ്ടപ്പോ അപ്പൊ തന്നെ മനസ്സിലായി ഊള്. അയാള് ബാക്കിൽ ഡോണ്ട് ട്രൈ അങ്ങനെന്തൊക്കെയോ പറഞ്ഞു. Don't try to fool us എന്നാ. അങ്ങനെന്തൊക്കെയോ പറഞ്ഞിട്ടാ. എനിക്കതൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവേണ്ട കാര്യം എനിക്ക് മനസ്സിലായി. സംഭവം ഞാൻ അപ്പൊ അച്ഛൻ നിർത്താറുന്നില്ല, വാഴ വെച്ചാ മതിയായിരുന്നു. അച്ഛന് തോന്നിട്ട് 2 വാഴ വെച്ചാ മതിയായിരുന്നു. ബ്ലഡി എന്ത് കൊലത്തുണ്ട്. ഇത് കലയാണ്. ഞാനത് ഉണ്ടാക്കുന്ന കലാകാരൻ. സാധനം എടുത്തുമായി ചെല്ലടാ അവിടെ ഉണ്ട്. നീ ഉണ്ടാക്കിച്ച എന്തൊക്കെയാ ഫ്രിഡ്ജ് കയറ്റൊക്കെ പുളിയഞ്ചൊക്കെ ഉണ്ടാക്കി പിന്നെ എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടേ എടുത്തിട്ട് വരും. ഉണ്ടാക്കിയത് കാണിച്ചു കൊടുക്കാം നമുക്ക്. ബാക്കി നാളെ നമുക്ക് മഞ്ഞസാരം ഉണ്ടാക്കിട്ടോ. ലൈറ്റ് മഞ്ഞ കാളനാണ് കാളൻ. ഓൾ ടൈം ഫേവറേറ്റ് ആ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് കാളൻ. തൈരൊക്കെ ഒഴിച്ചിട്ടില്ലമ്മ. കൗസല്യ സുപ്രചാര സന്ധ്യ പ്രവർത്തനേ മാറി ഡിജിടെക്കിന്റെ പരസ്യം വിചാരിക്കണ്ട കേട്ടോ. സോറി. അപ്പൊ ചട്ടിയോർക്ക് കൊണ്ടുവരണോ ഇത് തോരൻ. അത് തലോസം ചെയ്യണം നമ്മ പറഞ്ഞു. ഇത് റെഡി ഇട്ടല്ലേ അമ്മ? അമേരിക്കൻ വറവിടാണ്ട് തൈരായ കാരണം കേട് വരില്ല. മതി മതി. ഞാൻ പറഞ്ഞ ചട്ടിയോർക്ക് കൊണ്ടുവരുന്നു. പുളിയഞ്ചിന്റെ സ്മെല്ലും നാവിലും ഉള്ള നിന്നെ അച്ചാർ പറഞ്ഞൊക്കെ കൊണ്ടുപോയി. അച്ചാറും നന്നായി. പേടിച്ചില്ല. കുറച്ചുകൂടി കഴിപ്പിച്ചിരുന്ന ഒന്നുമില്ല. അമ്മയുടെ കാര്യം ഈ ഇതിന് തോന കഷ്ണം ആകുന്നുണ്ടാ? 1-2 കഷ്ണം പോയി. അമ്മ ഒരു അതെ, ഇനി നമുക്ക് ബാക്കി പരിപാടിയിൽ കുറച്ച് ചായ കുടിക്കാം. ക്വാർട്ടർ മതി. ക്വാർട്ടർ അയ്യാ ക്വാർട്ടർ ഇത് ക്വാർട്ടർ അല്ല, അത് ഫുള്ളായില്ലേ, ലാർജ് ആയില്ലേ. ഹാഫ് ബോട്ടിൽ ഫുൾ ബോട്ടിൽ എന്താണ്? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് നോക്ക, ഈ വെണ്ടക്കല്ല, പേര് മറന്നല്ലേ, മണ്ടാറം കരിമ്പല്ല പോന്ന്. എന്താ പേര്? ഈഷ് എന്തോ ഒരു കേണ്. ആ മുരിങ്ങക്കായ മുരിങ്ങക്ക ആ സംഭവം. ഇത് നോക്ക, ജിമ്മിന് പോയല്ലേ ഇതിന്റെ കോല നോക്ക. ഇത് ചെറുതാണ്. അവിടെ നടക്ക അമ്പം മണ്ണുള്ള ഈ സൈസ് സാധനം വെട്ടി കഴിഞ്ഞു. കേരളത്തിന്റെ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ സാധനട്ടാ.
പക്ഷെ ഇത് സത്യത്തിൽ ഭയങ്കര ഉപദ്രവമായിട്ട് ഇതിനെ കൊണ്ട്. അത് വായക്ക് ഇറങ്ങി പോണു. ഇത് തൊലി നമ്മള് മസ്റ്റ് ഒരു കട്ട്. ആ സൗണ്ട് കിട്ടിയില്ല. അത് കിട്ടുന്നു. ഇങ്ങനെ ഇട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അഫീസിന്റെ അവിടെ ഓലക്കിയ നല്ല സുഖാ. ഒരു സാമ്പാർ വെക്കാനുള്ള സാധനം പോയി. സാമ്പാറൊക്കെ അല്ലോ. സാമ്പാറിന് എടാ കോടിക്കണക്കിന് പട്ടിണിപ്പാവങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സിലായി? എടാ പഴയ പാട്ടുണ്ടല്ലോ, മറ്റേ പാട്ട്, സ്കൂളിലെ കഞ്ഞിപ്പരയിൽ എടാ നമ്മള് മലപ്പുറംകാരിലൊക്കെ സ്കൂളിലെ കഞ്ഞിപ്പരയിൽ സുന്ദരിയായൊരു കഞ്ഞിത്തള്ളണ്ട്, കഞ്ഞിത്തള്ളക്ക് കൂട്ടിനായി കൂട്ടുവന്നൊരു കൊട്ടക്കൈലുണ്ട്, അല്ലുമലർക്കൊടിയിലകാണ്, റേഷൻ കടയിലെ അരിയാണ്, നല്ല കത്തുന്ന അരകാണ്, നല്ല വേവുള്ള അരിയാണ്. ആ പാട്ടുകള് സുന്ദരി മോളാണ്. ഏത് എടാ അന്ന് പത്തമ്പാട് സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടേ പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഈ അങ്ങനാടി പോയിട്ട് ഇരിക്കുന്ന ചെയ്ത ബാഗ് തോളിലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കണോടത്ത് ആ ചേച്ചിയുടെ അടുത്ത് പോയി ഇരിക്കുവല്ല, അവിടെ പോയിരുന്നിട്ട് അതിനെ സഹായിച്ചു കൊടുക്കുക, ഫുഡ് കഴിക്കുക. സംഭവം പറഞ്ഞാ എല്ലാം അപ്പൊ തരാം. കല്ലിപ്പരയിലെ ഫുഡൊക്കെ നേരം പോയി വെച്ചിട്ട് ഞാൻ ഫുഡ് കിട്ടൂല സഹായിക്കലോ. എന്തായാലും കുഞ്ഞു മനസ്സിൽ കളങ്കമില്ല. ആ ചന്ദ്രനോടൊക്കെ ചോദിച്ചാൽ പ്രജിത്ത് കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിച്ചിട്ട് ബാഗ് അതേപോലെ തോള് പാത്രമൊക്കെ വൃത്തിയിൽ മനസ്സിലായില്ലേ? പഠിക്കൂല. വയറും വാടക പിന്നെ ഒരു UP സെക്ഷനൊക്കെ ആയപ്പോ പാല് വരുമ്പോ പാല് കെടുത്ത് വെക്കാം, മുട്ട വരുമ്പോ മുട്ട എടുത്ത് ഞങ്ങള് കുറച്ച് പിള്ളേരുണ്ട് പാല് കപ്പീച്ചടിക്കുന്നവര്. ഞങ്ങളെന്ത് ചെയ്യും, ഈ സ്കൂളിലേക്കൊക്കെ ഈ ബക്കറ്റായിട്ട് ഫുള്ള് പാല് കൊണ്ടു കൊടുക്കും. എന്നിട്ട് ബാക്കി 1/2 ബക്കറ്റ് പാലൊക്കെ ഉണ്ടാവും, മൊത്തം കുപ്പിയിലാക്കൂ. എന്നിട്ട് പിള്ളേർക്ക് ബ്ലാക്കിന് വിൽക്കുന്നത്. പൈസക്ക് പിള്ളേര് 10 രൂപയൊക്കെ വാങ്ങി. 10 രൂപ എനിക്ക് കിട്ടി. ഞാൻ ഫുള്ള് ബ്ലാക്കില്ലേതാ മുട്ടൊക്കെ ചില ഒരുത്തന് ഞങ്ങളെ അവസ്ഥ ഒരുത്ത മുട്ട പോക്കറ്റിട്ട് പോയിക്കുന്നു. മുട്ട കുടിക്കാനും ഇതിനുള്ള മോഹം കൊണ്ട് എല്ലാവരും ബ്ലാക്ക് മണി ക്യാൻ ബൈ എവരിതിങ്. സ്കൂളിക്ക് വരുന്ന ക്ലാസ് മീറ്റിങ്ങിന് പോയിട്ടാ. അപ്പൊ ടീച്ചർ പറയണേ പൊക്കി പറഞ്ഞിട്ടുണ്ടാവില്ലേ, അല്ല പൊക്കി ഇങ്ങനെ മോനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളിട്ടാ, എനിക്ക് ഇവനെ വയ്യട്ടാ, ഇവെന്താ ഇവന് തിന്നാനാണ് വരുന്നത് അല്ലാതെ പഠിക്കാനല്ല. ഏത് ടീച്ചറപ്പോ പറഞ്ഞു? രാധാവൻ ടീച്ചറ് ഇവനെന്താ പഠിക്കാൻ പറഞ്ഞാലൊന്നും പഠിക്കൊന്നുമില്ല. അന്ന് ഇവൻ പിന്നെ വരയ്ക്കായിരുന്നു കേട്ടോ, ചെറുതിലെ നല്ല വരയ്ക്കാൻ. ടീച്ചറെ വരച്ചു എന്ത് പറഞ്ഞാലും കേൾക്കുമ്പോഴൊക്കെ ചിത്രം വരച്ചോണ്ടാണെന്നുണ്ടെങ്കിൽ ആള് നല്ല ഉഷാറായി. അതേപോലെ ഭംഗിയുണ്ട് എന്ന് പറയണ, മോശാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ പറയേണ്ടിയില്ല. അങ്ങനത്തെ സോറി ടു ഗൈസ്, ഇതൊന്നും കൂടെ പറയുന്നേ വിചാരിച്ചില്ല. എന്തായാലും പറഞ്ഞു വരെ പൊട്ടിത്തെറുപ്പായിരുന്നു, ഭയങ്കര തന്നെയായിരുന്നു. സത്യം പറയല്ലോ, ഇവിടെ ആത്മാർത്ഥതയ്ക്ക് മാത്രം. അച്ഛൻ വീഡിയോ എടുക്കണോ വെറുതെ ഇന്ന് വളിപ്പ് പറയുന്നു. ഞാൻ അങ്ങനെ ഇതിനെക്കാട്ടി പറഞ്ഞ പിന്നെ അന്ന് LKG പഠിക്കുമ്പോ നമ്മള് വല്യമ്മരോടെ പോയതായിരുന്നു. അന്ന് വല്യമ്മരോടെ പോയപ്പോ ഇവന് ഡാൻസിന് നിന്നിക്കുന്ന പത്തമ്പാടി സ്കൂൾ വാർഷികയായിരുന്നു. എന്താ ഇവന് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ഒരു പെണ്ണുവരാണ് തൊപ്പി കിട്ടുന്നില്ല. എനിക്ക് തൊപ്പിട്ടിട്ട് ഞാൻ തൊപ്പിട്ടിട്ട് ഡ്രസ് മാറിട്ട് ഇവൻ ഡ്രസ് നേരെ പോയി ടീച്ചറെ ഒക്കത്തിക്കൊണ്ട് ചാടിയിട്ട് ടീച്ചറെ അപ്പൊ എന്താ നമ്മള് കുറച്ച് നേരം വൈകിട്ടല്ലേ ഞങ്ങളൊക്കെ പോയിക്കിന്. ഇവൻ ഇങ്ങനെ വരുന്നുണ്ടിട്ട് നമ്മളാണ് ചെല്ലുമ്പോ സ്കൂളിക്ക് കറുത്തം പൊന്തിച്ചിട്ട് അപ്പൊ ഗൈസ് നമ്മളിതാ നമ്മളെ കട്ടി പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മള്
അവിയലിന് സാമ്പാറിന് ഉപ്പേരിക്ക് അല്ലേ, കാബേജ് ഉപ്പേരി സാധനമൊക്കെ കട്ട് ചെയ്ത്. അപ്പൊ ഇനി എന്താണ്, ഇനി ഞങ്ങൾക്ക് ഉറങ്ങണം. സത്യം പറയാ കണ്ണൊക്കെ അങ്ങനെ അടയുന്നുണ്ട്. ഇനി നാളെ രാവിലത്തെ കണി വീഡിയോ വരെ കാണിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നല്ല ക്ഷീണുണ്ട് കേട്ടോ അല്ലേ. അപ്പൊ മത്തനശ്ശേരിക്കുള്ള സാധനം അല്ലേ. അപ്പൊ കുറച്ച് അവന് പറ്റില്ല, അവന് ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കടന്നുറങ്ങും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവന് അങ്ങനെയൊക്കെ പരിപാടികൾ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കും. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഈ ലാസ്റ്റ് ഈ സാധനത്തിൽ പറയണമെന്ന് വിചാരിച്ച കാര്യം എന്താ വെച്ചാല്, ലാസ്റ്റ് ഈ ഒരു ഗ്യാപ്പിക്ക് ആക്കിച്ചു. എന്താന്ന് വെച്ചാല് നമ്മളെ അച്ഛൻ്റെ കൂട്ടുകാരന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. കാരണം നമുക്ക് മറ്റേ പഴംപൊരി ഞങ്ങൾ ഉണ്ടാക്കി പൊരിച്ച് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നല്ലേ. നല്ല കൂമ്പാറായിട്ട് സാധനം ഉണ്ടായിരുന്നു. 100-150 മേലെ പഴംപൊരി ഉണ്ടായിരുന്നു. പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 5-6 കിലോന്റെ പഴംപൊരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല് നമ്മളെ അയൽവാസികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അല്ലേ എല്ലാ വീട്ടിലേക്കും നമ്മള് കൊടുത്തു. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ആക്സിഡന്റ് ഉണ്ടായ സമയത്താണ് ഞാൻ അച്ഛനോട് അങ്ങോട്ട് പോയി. അപ്പൊ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ധൃതി പിടിച്ച ആയ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ വീഡിയോ എടുക്കില്ല. റെസ്റ്റ് എടുക്കാനാ പറഞ്ഞിട്ടുള്ള. ചെറിയൊരു പൊട്ടലുണ്ട്, 2 പൊട്ടലുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ കഴിക്കണം, കുളിക്കണം, കുളിക്കണം, കിടക്കണം. അപ്പൊ ഇനി നാളെ വിഷു കണ്ട ടൈമില് കാണാം. ഇവരാവും എടുക്കുക. എങ്ങനെയൊക്കെ എന്തൊക്കെ ആവും ദൈവത്തിന് മാത്രം അറിയാം. സംസാരം കുറവുണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ അപ്പൊ നമുക്ക് നേരെ നാളെ വിഷുക്കണി. അപ്പൊ വിഷുക്കണി കിടക്കാം അല്ലേ. I am so excited. ഇത് നമ്മളെ ഓടിപ്പിക്കല് വൽപ്പന്നാടി നല്ല രസമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് നമുക്ക് കറക്റ്റ് സാധനം കിട്ടി. വൽപ്പന്നാടി അത് നേരമായിട്ട് കിടന്നുകൾ തന്നെ. ഇപ്പോ സാധനങ്ങളൊക്കെ നന്നാക്കിട്ടേ ഭക്ഷണമൊക്കെ മുറിച്ചിട്ട് വന്നപ്പോ തന്നെ നേരെ ഒരുപാടായിരിക്കും. ഒട്ടും ശരിയാവൂല. സന്തോഷം. ഓരോ വിളിച്ചാലോ നല്ല കണ്ണ് വെക്കണട്ടാ. ഹൈറ്റുള്ള കാരണമല്ല, അത് ഹൈറ്റ് കുറഞ്ഞ കാരണം അടക്കട്ടാ. ഇവിടെ നിക്ക്, നേരെ നിക്ക്. നീ കണ്ണ് ഉറക്കരുതട്ടാ. ഞാൻ വരുന്നു പ്രജുവിനെ വിളിച്ചു വരുന്നത്. ഈ കണ്ണ് ഉറക്കരുത് ട്ടാ. കണ്ണ് ഞാൻ വന്ന് 2 കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ മതി ട്ടാ. ഞാൻ പ്രജുവിനെ വിളിക്കട്ടാ. നീക്കടോ, നീക്കി. ആയോ കണ്ണ് ഉറക്കരുതേ. അതൊക്കെ കാര്യമുണ്ട്. ശരിക്കും നടക്കാൻ കണ്ട്. ശരിക്കും നിക്ക്. തുറക്കല്ലട്ട കണ്ണ്. അവിടെ നിൽക്കുക. മൈക്കാണ്. ഇത്ര നേരത്തെ എന്റെ മാല വാൽക്കണ്ണാടി നോക്കാം. അമ്മൂടെ അടുത്ത് വാങ്ങല്ലേ.
അല്ല ഇതേപോലെ സിനിമയിൽ ഡയലോഗ് ചക്കോർത്ത് ശരത്ത് ചക്കല്ല ശരത്ത് മാലില്ല ഉണ്ടായതല്ലേ അതന്നെ നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ല മറ്റു വളർത്തി ഈ മാങ്ങന്റെ തൈ ഞാൻ വെച്ചാട്ടാ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലല്ലോ ചോദിച്ചിട്ട് കണിക്കൊന്ന ഇന്നലെ നേരം വൈകിട്ട് കടന്നപ്പോ നല്ല നേരം ഈ മറ്റേ എന്തിന് ആർമൂർ കണ്ണാടി ഒക്കെ ഞാൻ ഉണ്ടാക്കി ഞാൻ അച്ഛന് അതുണ്ടാക്കാൻ ടൈം പിടിച്ചു ഗ്ലാസ് ഗ്ലാസ് എന്നിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോ നമ്മള് മുഖക്ക് കഴുകി നമുക്ക് കാണില്ല കൈനട്ടം വാങ്ങണം. കൈനട്ടം വാങ്ങണമെങ്കിൽ കുളിക്കണം, പോയിട്ട് കുളിച്ച് ക്ലിയർ ആയി അമ്പലത്തിലേക്ക് പോയിട്ട് വരണം. വിശക്കണൊക്കെ ഉണ്ട് പാടത്തുന്നാലോ ഇഷ്കണിന്ന് പാടത്ത് തിന്നോ പറ്റുമോ? പറ്റുമോ? വേണ്ട, കുറച്ച് അരമണിക്കൂർ ആ പഴല്ലേ ഞാൻ വേറെ വാങ്ങിത്തരാം. പഴം തന്നെ വേറെ വേറുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ഇവിടെ ഉണ്ടായ പോലെ ഇവിടെ ഉണ്ടായ കൊലയാണ്. പിന്നെന്താ ഇത് ഇവിടെ നാടൻ കൊലയാണ്. കളറൊക്കെ നാടൻ. 3:30-4 മണിന്റെ അടുത്ത് ഇല്ല. അല്ല കണ്ണാണ് 4:10 3:10 അന്നേരം കടന്ന് ഉറക്കച്ചടവായിട്ട് തലൊക്കെ തിരിഞ്ഞു. സത്യം പറഞ്ഞ 1-2 മണിക്കൂർ ഞങ്ങള് നേരത്തെ കടന്നു. ഇവരെ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. 1-2 മണിക്കൂർ ഞാൻ നേരെ കിടന്നു എനക്ക് പിന്നെ കെടുക്കാ തിന്നാ അത് ഞങ്ങളുടെ ഇതിനെ ഇത് പടണ്ട തലവേദനക്ക് ഏട്ടൻ പോയി കടന്ന് ഗുളിക കുടിച്ചിട്ട് കടന്ന് അങ്ങനെ എല്ലാ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ച് പിന്നെ തേങ്ങ വറുത്തരച്ച് ഫ്രിഡ്ജിൽ വെച്ച് മത്തനക്കൊക്കെ ഉള്ള എല്ലാതും ചെയ്ത് വെച്ചിട്ട് രാവിലെ ഞാൻ ഒറ്റയ്ക്ക് ഇവര് സഹായിക്കും. പക്ഷെ എന്നാലും തേങ്ങയൊക്കെ ചരുകി തന്നു തേങ്ങയൊക്കെ ചരുകി തന്ന് എല്ലാം ചെയ്തെന്ന് ഒതുക്കി പിന്നെ നാളെ ഇനി എല്ലാതും പാകം ചെയ്യാനുള്ള വിധത്തിലായ ഇന്ന് അപ്പൊ തന്നെ ഇനി നാളെ രാവിലെ ഇനിയിപ്പോ കുറച്ചായിട്ട് ചെയ്യാനുള്ള പറയുന്നത്. നാളെ എന്ത് നാളെ ബോധല്ലേ അമ്മ സാമ്പാറിൽ പഞ്ചസാര ഉപ്പ് മറന്നിട്ട് പഞ്ചസാര ഇടുവോ? പായസത്തില് മധുരം പറഞ്ഞിട്ട് ഉപ്പ് ഇടുവോ? ദൈവത്തിന് അറിയാൻ മക്കളെ ഇനി ബോധമില്ലാത്ത കളികൾ ആ വീഡിയോ ശരിക്കും ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞ ഒന്ന് നമ്മളെ പെരുന്നാള് ഉറക്കം കണക്കാണ്. ഞങ്ങള് ഇപ്പൊ കുറച്ച് നല്ല ലേറ്റ് ആയിട്ട് കിടക്കില്ല. പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ തമ്പനയില് അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പൊ അന്ന് ആ ഉറക്കം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളെ ഭക്ഷണത്തിനായിട്ട് അവർക്ക് സദ്യ എന്ന് പറഞ്ഞാൽ സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ താത്താരുണ്ട്. അപ്പൊ അവർക്ക് ഞങ്ങളെ സദ്യക്ക് വേണ്ടിട്ട് അവര് ഉച്ചയ്ക്ക് ഓരോ കല്യാണം കഴിച്ചു കൊടുത്ത മക്കളൊക്കെ വരും. എന്നിട്ട് ഇപ്പൊ നമ്മള് അവര് ഇല ഇട്ടിട്ട് നമ്മള് തിന്നണമാതിരി പക്ഷെ ഇങ്ങോട്ട് വിളിച്ച അങ്ങനെ വരൂല. എല്ലതും കൊണ്ടേ കൊടുക്കും. അല്ല വരാത്തതല്ല അവർക്ക് അങ്ങനെ. ഇപ്പൊ നമ്മളെ വീട്ടില് നമ്മള് കഴിക്കണ ഒരു ഇതിലല്ല നമ്മള് ഒരാളെ വീട്ടിൽ പോയി കഴിക്കുന്നത്. ഒരു കല്യാണത്തിന് പോകുന്ന പോലെയല്ല ഒരാളെ വീട്ടിൽ. ഇതും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരിക്കലും കുറച്ചുകൂടി കംഫർട്ടബിൾ അതായിരിക്കും. അപ്പൊ ഞങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുന്നത്. അവരും അതേപോലെ തന്നെ അതൊരു രസല്ലേ. പിന്നെ ഒരു ഇതൊക്കെ പറഞ്ഞ വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഓരോ വീട്ടില് പെരുന്നാളിന്റെ അന്നൊക്കെ അറിയാത്ത പല ആൾക്കാരുണ്ടാവും അവരുടെ കുടുംബത്തിൽ തന്നെ. അതേപോലെ തന്നെ നമ്മളെ വീട്ടിലും അതേപോലെ തന്നെ ഒരു വിഷു ഒരു പരിപാടി ഓണൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ വീട്ടിലും കുറെ ആൾക്കാർ. അപ്പൊ
അവർക്ക് അറിയാത്ത ആൾക്കാരല്ലേ. അപ്പൊ അവരെ മുമ്പൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോ അവർക്കൊരു ചെറിയ കുറച്ചിലൊക്കെ കുറച്ചില്ല അല്ല അതിപ്പോ നമ്മളായാലും അങ്ങനെ എനിക്ക് കുറച്ചിലൊന്നും ഇല്ല. ഞാൻ അവിടെ പോയി ജനക്ക് വിളിക്കാതെ അല്ലാതെ അത് വേറെ കേസ്. വിളിക്കത്തല്ലെങ്കിൽ അറിയിച്ചിട്ടോ ഞാൻ വരാം. ഇവനൊക്കെ സ്കൂളിന്നൊക്കെ വെള്ളിയാഴ്ച ഒക്കെ വിട്ട് കഴിഞ്ഞാല് ഉച്ചക്ക് വിട്ട് കഴിഞ്ഞാല് ഡ്രസ്സൊക്കെ ബാഗില് ഡ്രസ്സൊക്കെ ഇടും ചെലപ്പോ. എന്നിട്ട് സ്കൂളിൽ എടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, യൂണിറ്റ് ഓടിച്ചാ. എന്നിട്ട് അവിടെ പോയിട്ട് അതിനെന്ത് പ്രശ്നം? ഞാൻ എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും യൂണിഫോം. ഞാനും അന്ന് മാത്രം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവരെ സമയത്തൊക്കെ സുഖം ചെയ്യുന്നുണ്ട്. ഞങ്ങള് എല്ലാം ഞങ്ങള് പുറത്തേക്ക് പോലെ അവിടെ എടുത്തേക്ക് പിന്നെ ഖദീജ താത്താന്റെ പേരക്കുട്ടി ഇന്നലെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ പടക്കൊക്കെ പൊട്ടിച്ച പറയണേ ഞാൻ വിഷു കഴിഞ്ഞിട്ടേ പോകുന്നു നിങ്ങളെ സദ്യ കൊണ്ടിട്ടേ പോണു. ചെറിയ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവ ഈ വീഡിയോ കാണണ്ടേ? അവരൊക്കെ കാണണ്ട. ഇനി ഇത് ഇട്ടിട്ട് വേണം കാണാൻ. ഞങ്ങള് ഇന്ന് രാവിലെ ഇതിപ്പോ സാധാരണ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ വീഡിയോ ഒക്കെ പേശം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇന്നലത്തെ വീഡിയോസ് ഒക്കെ ഇതിന് വിഷുവിന്റെ വീഡിയോ ഇന്നലെ നമ്മള് കട്ടിങ് മറ്റേ അതൊക്കെ ഇന്നലെ ഏകദേശം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതും കൂടി ഇട്ട് ഇനി എക്സ്പോർട്ടും കൂടി ചെയ്താല് ഈ വീഡിയോ ഒക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു 2 പാർട്ടായിട്ട് ഇടും. 2 പാർട്ടായി ഇടും മിക്കവാറും. എനിക്ക് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി 8 മണി ആകുമ്പോ കറന്റും കമ്പ്യൂട്ടറും സഹകരിച്ചാൽ മാത്രം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക വേണ്ട. എല്ലാരും 12 മണിക്കും 1 മണിക്കും പ്രശ്നം. നമ്മള് ഒരു 2-3 മണിക്കൂറൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ നമ്മളൊരു മീഡിയ കമ്പ്യൂട്ടർ എന്നാലും കുഴപ്പമില്ല. 3 മണിക്കൂറൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ എടുത്ത് ചിലപ്പം 3 മണിക്കൂർ 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ കറണ്ട് പോകും. ഇന്നൊരു വീഡിയോ ചെയ്താട്ടാ. ഇന്നിപ്പോ ഏത് വീഡിയോ ചെയ്ത്? ഇന്നലെ പോയത് എല്ലാവർക്കും കിളി പോയി. അത് പായസത്തേക്ക് സോറി അതിന്റെ ഇത് ചുട്ടിട്ട് നമുക്ക് പായസത്തേക്ക് ഞാൻ പാക്കറ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റോ? പൊട്ടക്കുട്ട എന്താണ്? പൊട്ടക്കുട്ട പറഞ്ഞാല് തട്ടിമുട്ടി നല്ല ബന്ധാണ്. നല്ല ബന്ധാണ്. അതാണ് ആ മൂക്കുമ്പോ സ്ക്രാച്ച് ഇവന്റെ കയ്യിൽ നിന്ന് വീണതാണ്. വലിയ കടാട്ടി കൂടുന്നതാണ്. അപ്പൊ അതിന്റെ കയ്യിൽ നിന്ന് വീണതാണ്. അതിന്റെ മൂക്കിന്റെ ഭാഗത്തുണ്ടോ സ്ക്രാച്ച് ആയിരുന്നു. പിന്നെ ഈ മാല ഞാൻ ഇന്നലെ രാത്രിയിലെ വലിയ പണി. ഞാൻ മാല 1 മണി വരെ ഇരുന്ന് കോർത്തുണ്ടാക്കിയ മാലയാണത്. ഇത് സാധനം നോക്കൂ കണ്ണാടി. ഇപ്പൊ പച്ചക്കറി പകുതി ആയിട്ടില്ല. അപ്പക്ക് ഇവന് തലവേദന. ഇവരെ സ്ഥിരം മഴ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. തലവേന കാൽവേന. ഇന്ന് ഇപ്പൊ കുറച്ച് ലഘുവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി എന്തൊക്കെ ഉണ്ടാക്കണ്ടേ ഭക്ഷണം? ഉപ്പുമാവും പഴം ഉണ്ടാക്കാം. അതാണ് എളുപ്പം. പുട്ട് കണ്ടല്ലോ ഉപ്പുമാ മതിയില്ലേ? 2 കഴിഞ്ഞോളൂ. പുട്ടല്ലേ 12-11 മണിയാവും. എന്നെ സഹായിക്കണം എല്ലാരും കൂടി. ഒക്കെ റെഡി ആയിരിക്കേ. പക്ഷെ അത് ഇട്ടില്ലേ വീഡിയോ ഇട്ടില്ലേ? അപ്പൊ നമ്മള് 2 പാർട്ടായിട്ട് കുറച്ച് നിങ്ങളുണ്ടാവും. 2 പാർട്ടായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലൊന്ന് വരും. ഇതൊക്കെ അല്ലെന്താ ഈ കാണുന്ന നിങ്ങൾക്ക് തരാൻ തോന്നിയാൽ നമ്മള് ഗൂഗിൾ പേ നമ്പർ കൊടുക്കാം. അല്ല നിങ്ങൾക്കും തരാവുന്നതാണ്. വീഡിയോയിലിടാം. നിങ്ങള് ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു ക്യാമറ വാങ്ങാനുള്ള പൈസ തരും. ഒരു രൂപ കൊണ്ടാണ് കോടികൾ ഉണ്ടാക്കണേ. ഒരു 5 ഉറുപ്പ്യന്റെ കോയിനോണ്ട് ഒരു 5 ഉറുപ്പ്യന്റെ കോയിനോണ്ടാണ് ഒരു ചങ്ങായി ബ്ലേഡ് എത്രയോ ബ്ലേഡ് 5-6 എന്നാലും പറയട്ടെ മോട്ടിവേഷൻ ഈ 1 രൂപേന്റെ കോയിനായിട്ടാണ് 5-6 ബ്ലേഡ് ഉണ്ടാക്കുക. ആ ഒരു ബ്ലേഡിന് എത്ര 2 റുപ്യ ആണ്. മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റ് 1 രൂപ കൊണ്ട് 10 രൂപ വരെ ഉണ്ടാക്കാം. അതാണ് നമ്മള് പരിശ്രമിച്ചാൽ
ഈ അമ്പലത്തിൽ എടാ പൊട്ടാ, ഒരു രൂപ കൊണ്ടല്ലേ ഉണ്ടായിരിക്കണേ, 5 രൂപ കൊണ്ടാണ് അതുപോലെ അറിയില്ലേ. പറഞ്ഞു 1 രൂപ ഇരിക്കിട്ട് 5 രൂപ ഉണ്ടാക്കണേ. പൊന്നാരെ ആൾക്കാരായിട്ട് അറിയില്ലേ, 5 രൂപയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കണത്. മണ്ടത്തരം പറയല്ലേ. വിഷ്കൈനാട്ടിൽ തന്നെ വീഡിയോ നമ്മള് അടുത്ത വ്ളോഗ് നമ്പർ 2-ലിടും. പക്ഷേ ഫ്രഷായി അമ്പലത്തിൽ പോണം. ചെറിയ മിനുക്ക് പണികളൊക്കെ ഉണ്ട്. എന്ത് മിനിക്ക് അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. അത് തോന്നലാണ്. ആ കാടൊക്കെ ഒന്ന് വെട്ടിക്കളാ. നോക്കട്ടെ, ഞാൻ മുടി വെട്ടണം ഞാൻ ചെയ്യുന്നു വിചാരിക്കുള്ളൂ, അത് നടക്കൂല. ഇത് സ്റ്റൈലടാ, പെൺകുട്ടികൾക്കൊക്കെ എന്തോ ഇങ്ങനെ ഇട്ടോ കൊറിയനായിരിക്കും. അപ്പൊ നമ്മുടെ വെറുതെ ഒരു ഹാപ്പി വിഷു അറിയുന്നു. അയ്യോ പറഞ്ഞില്ലേ, ഫസ്റ്റ് പറഞ്ഞല്ലേ, എന്നാലും വെറുതെ ഇടക്കിടക്ക്. അപ്പൊ എല്ലാവരും അല്ല നമ്മള് ഓരോന്ന് എടുക്കുമ്പോ ഓരോന്നിനും ഇങ്ങനെ കേറ്റി കൊടുക്കും, വെറുതെ രസല്ലേ. അപ്പൊ എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ബാക്കിയില്ല അല്ല സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അധികമായി നമ്മൾ അധികമായി ക്യാഷ് ഇറക്കാതെ എല്ലാവർക്കും നല്ലൊരു വിഷു വിഷു ആശംസകൾ നേരുന്നു. മറ്റേ സംഭവമില്ലടാ, പൈസ സപ്പോർട്ടറാ സമ്പന്നത്തിന്റെ സന്തോഷത്തിന്റെ അപ്പൊ പറഞ്ഞപ്പോ ആർക്കും അറിയാം. ഞാൻ പറയാ ആ വീഡിയോ അടുത്തിലിടാം, അത് നമുക്ക് അടുത്തിലിടാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. ബാക്കി വീഡിയോ നാളെ വരുന്നതായിരിക്കും. ഡാമേജ് ആണ്. അവസാനിപ്പിക്കുകയും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇവിടെ ഏൽപ്പിച്ചു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.